മഴയൊക്കെ കാരണം സ്കൂളിനൊക്കെ അവധിയാണല്ലോ. എന്നാൽ പിന്നെ ഇന്നൊരു ഐറ്റം അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അടിപൊളിയൊരു സ്നാക്കാണ്. വൈകുന്നേരം തണുപ്പത്ത് മഴയത്തൊക്കെ ഇരിക്കുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ. എന്നാൽ ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഉന്നക്ക എന്നൊക്കെയാണ്, പക്ഷേ ആ ഷേപ്പിലൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ കണ്ടൻറ്റും എല്ലാമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതേപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നല്ല പഴുത്ത പഴമുണ്ടല്ലോ, നല്ല ചീഞ്ഞു പോകാറായ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള പഴമുണ്ടല്ലോ, ആ പഴം അങ്ങ് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. പഴം നല്ലതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടും. പഴം കട്ടിയുള്ള പഴം ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സോഫ്റ്റായി കിട്ടത്തില്ല കേട്ടോ. എൻ്റെ പഴം അത്ര നല്ലതല്ലായിരുന്നു, അത് കുറേ സമയം എടുത്ത് ഞാനൊന്ന് ഇങ്ങനെ സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകയില്ലേ, അങ്ങനെ കിട്ടും കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്ക്കകത്ത് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് കോരി നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാനും മതി കേട്ടോ, പൊടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ, അത്രയും പഴത്തിനാണ് പറയുന്നത് കണക്ക്, ഒരു മാക്സിമം 3-4 ടേബിൾ സ്പൂൺ മതി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഡ്രൈ ആയിട്ട് കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ആ നെയ്ക്കകത്തൊന്ന് വെള്ളമായി ഒന്ന് മാറി കിട്ടിയാൽ മതി തേങ്ങയുടെ. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക. പഞ്ചസാര ഇടണം കേട്ടോ, പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട്, വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മാറ്റി വെക്കാം. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടി ഇടാം, ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം. എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് ആ പൊടികളൊക്കെ ഇട്ടോ കേട്ടോ. ഞാൻ കുറച്ച് ചുക്കുപൊടി ഇട്ടത്, ഏലക്കയും ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഇളക്കിയിട്ട് മാറ്റി അങ്ങ് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പഴം കുഴച്ച് വെച്ചിട്ടില്ല, അതിനകത്ത് നിറയ്ക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. എന്നാലും നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ചേർക്കാറ്. ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, അതിങ്ങനെ ഓരോരോ ബോളാക്കി മാറ്റാം. ഒരേപോലത്തെ വലിപ്പത്തിലുള്ളതാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൈപ്പാങ്ങിന് കിട്ടുന്ന രീതിയിൽ അത് ഉരുളയാക്കിക്കോളുക. ഇപ്പം എത്ര എണ്ണമായി? 4 എണ്ണമായി, 5-ാമത്തെ ആയി, അങ്ങനെ 6-ാമത്തെ, അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിൽ ഒരിച്ചിരി നെയ്യ് പുരട്ടുക, ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ കയ്യിലെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ ഫില്ലിങ് ഒത്തിരി ഒന്നും ചേർക്കേണ്ട, ഇത്രയും ചേർത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ചേർന്ന് വരുവേ. ഇങ്ങനെ നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അതങ്ങ് ജോയിൻ ആയിക്കോളും. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി പതുക്കെ എടുക്കണം. ഓക്കെ, ഒത്തിരി പണിയൊന്നുമില്ല, പെട്ടെന്നായി വരും. കാണുമ്പോൾ ഒരുപാട് പണിയുണ്ടെന്നൊക്കെ തോന്നും, ഒന്നുമില്ല, പെട്ടെന്നായി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം, പരന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇനി നീളത്തിൽ കുറേ നീളം വേണമെങ്കിൽ അങ്ങനെ, ഏത് ഷേപ്പിലാണെങ്കിലും ഉരുട്ടിയെടുക്കാം. നമ്മുടെ കൈയുടെ ഒരു പാങ്ങനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്തോളുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഉരുട്ടി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ചൂടാവേണ്ട എണ്ണ കേട്ടോ, ഒരു മീഡിയം ചൂട് മതി. മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വെക്കല്. എന്നിട്ട് ഇതുപോലെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പഴമായതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് വരും, കളർ മാറും. അതുകൊണ്ട് അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് നല്ലപോലെ എല്ലാ സൈഡും മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അങ്ങ് കോരി മാറ്റിക്കൊള്ളുക. അപ്പം ഇതാണ് നമ്മുടെ ഉന്നക്കായ എന്ന് പറയുന്ന സാധനം. കണ്ടില്ലേ, പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറാകും. അപ്പം അങ്ങ് ഇട്ടതേ ഉള്ളൂ, ഇട്ടൊരു 2 മിനിറ്റ് പോലും ആയില്ല, അപ്പോഴത്തേക്ക് അത് കളർ മാറിക്കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ, എന്നാൽ ലോ ഫ്ലെയിം ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടരുതേ, നടുക്ക് നമ്മൾ ഉരുട്ടിയെടുത്തതല്ലേ, അപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിലിടുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ 4 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് അടുത്തത് ഇട്ടു. ഇതേപോലെ എത്ര എണ്ണം ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു സ്നാക്കാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഏതായാലും സ്കൂളൊന്നും ഇല്ല, സ്കൂളൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ കാരണം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം.
പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതാണ് 2 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. പിള്ളേർ കഴിച്ചോളുകയും ചെയ്യും. വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് കഴിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കണേ. ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ എല്ലാവരുടെയും ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അവ ഉണ്ടാക്കി നോക്കിക്കോളൂ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുവരേക്കും ബൈ.